ബദരീങ്ങളെ കാക്കണേ, മടവൂര് ശൈഖേ രക്ഷിക്കണേ, മമ്പറത്തപ്പാപ്പ കാക്കണേ എന്നിങ്ങനെ ഒരാൾ തേടുമ്പോ അയാളും വിശ്വസിക്കുന്നത് എന്ത് തന്നെയാണ്? അള്ള കാണും പോലെ ഇവർ എവിടെ നിന്ന് വിളിച്ചാലും കാണും, എവിടെ നിന്ന് വിളിച്ചാലും ഇവരും കേൾക്കും. അള്ളാഹു അറിയും പോലെ ഇവരും അറിയുന്നുണ്ട്, അള്ള കേൾക്കുന്നത് പോലെ ഇവരും കേൾക്കുന്നുണ്ട്, അള്ള അറിയുന്നത് പോലെ ഇവരും അറിയുന്നുണ്ട്, അള്ള ഉത്തരം ചെയ്യുന്നത് പോലെ ഇവരും ഉത്തരം ചെയ്യും. അതിനവർക്ക് കഴിവുണ്ട്. പക്ഷേ ഒരൊറ്റ വ്യത്യാസമാണ് അവർ പറയാറുള്ളത്. അതെന്താണ്? അള്ളാഹുവിന്റെ ഈ കഴിവുകളൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്. മഹാന്മാരുടെ ഔലിയാക്കന്മാരുടെയും ബീവിമാരുടേതുമൊക്കെ അള്ള കൊടുത്തതാണ്, സ്വന്തമല്ല. ഈ ഒരു വ്യത്യാസം മാത്രമുണ്ടായാൽ മതി എന്നതാണ് ചില സഹോദരങ്ങൾ പറയാറുള്ളത്. ഗൗരവത്തോടെ ചിന്തിക്കണേ. ഇത് തന്നെയാണ് ശിർക്ക് പറയുന്നത്. അള്ളാഹുവിനെ പോലെ കാണുന്ന ഒരാളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? റബ്ബിനെ പോലെ കാണുക എന്നുള്ളത് റബ്ബിന്റെ മാത്രം ഗുണവിശേഷണമാണ്. അള്ളാഹുവിന്റെ കേൾവി അവന്റെ മാത്രം വിശേഷണമാണ്. അള്ളാഹുവിന്റെ കാഴ്ച അവന്റെ മാത്രം വിശേഷണമാണ്. അള്ളാഹുവിന്റെ അറിവ് അവന്റെ മാത്രം ഗുണമാണ്. അള്ളാഹു ഉത്തരം ചെയ്യുന്നു എന്നുള്ളത് അവന്റെ മാത്രം പ്രത്യേകതയാണ്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നുള്ളത് അവന്റെ മാത്രം പ്രത്യേകതയാണ്. ആ കഴിവുകളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ കാണും പോലെ കാണാനും കേൾക്കാനും നിയന്ത്രിക്കാനും അറിയിക്കാനും സഹായിക്കാനും ഉത്തരം ചെയ്യാനുമൊക്കെ ഞാനിതാ നിങ്ങൾക്കൊക്കെ കഴിവങ്ങ് വിട്ട് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു ഏത് നബിയോടാണ് പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ഏത് വലിയനോടാണ് പറഞ്ഞത്? ഇതൊരു ഗ്രൂപ്പിസം പറയുകയല്ല, ഇതൊരു വിമർശനം പറയുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് ആലോചിക്കണേ. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഞങ്ങൾക്കിതാരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ആരും വിലപിക്കരുത്. ഞങ്ങളോടിതാരും പറഞ്ഞില്ലല്ലോ എന്ന് റബ്ബിന്റെ അടുക്കൽ പറയാൻ ഇനി ഒരു ചാൻസ് ഇല്ലാത്ത നിലക്ക് വ്യക്തമായി ലളിതമായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂരിലെ പ്രവാസി നിവാസികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് കാണും പോലെ കാണുന്ന ഒരാൾ ഉണ്ടെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? അതല്ല പറഞ്ഞതല്ലേ? ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല, റബ്ബിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല കാണും പോലെ ഇന്ന ഔലിയ കാണുമെന്ന്, ഇന്ന തങ്ങൾ കേൾക്കുമെന്ന്, ഇന്ന ബീവി അറിയുമെന്ന്, ഇന്ന വലിയ രക്ഷിക്കാൻ എത്തുമെന്ന്, ഇന്നയാൾ എൻ്റെ അടുക്കൽ ഉത്തരം ചെയ്യുവാൻ വേണ്ടി ഞാൻ വിളിക്കുന്നിടത്ത് എത്തിച്ചേരുമെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? ലോകം മുഴുവൻ നിയന്ത്രിക്കുവാൻ അതിൻ്റെ മുഴുവൻ കഴിവുകളും അതേ ഇന്ന വ്യക്തിക്കങ്ങ്, അതേ മടവൂർ ശൈഖിനും പലർക്കും അങ്ങനെ പല ഖുതുബുൽ ആലം എന്ന് പറയുന്നവർക്കും വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ അധികാരമുള്ളത്? അള്ളാഹുവിന്റെ ഖുർആനിനെതിരല്ലേ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്കത് ഘടകവിരുദ്ധമല്ലേ? അതുകൊണ്ട് അതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കും പോലെ അവർ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുകയാണ്. അല്ല പറഞ്ഞതെന്താ? അവനെ പോലെ കാണുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊച്ചു സൂറത്തല്ലേ? ഇവിടെ ഇരിക്കുന്ന ഏതൊരു മുസ്ലിമിനാണ്, കൊച്ചു കുട്ടിക്കാണ് മനപ്പാടമില്ലാത്തത്? നമ്മൾ നിത്യജീവിതത്തിൽ അതാ നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയിലും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിലും 3 തവണ വീതം നമ്മൾ പറയുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഓരോ തവണ നമ്മൾ പറയുന്നുണ്ട് എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്. അവസാനം എന്താ പ്രിയപ്പെട്ടവരെ? വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. റബ്ബിന് കുഫുവത്തവൻ റബ്ബ് മാത്രമേയുള്ളൂ, അവന് തുല്യനായി ഒരാളുമില്ല എന്ന് അള്ളാഹു വ്യക്തമായി പറയുമ്പോ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ എഴുതുന്നു, അള്ളാഹു കാണും പോലെ ഔലിയ കാണുന്നു, കേൾക്കും പോലെ കേൾക്കുന്നു, അറിയും പോലെ അറിയുന്നു, ഉത്തരം ചെയ്യും പോലെ ഉത്തരം ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് പോലെ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. കാരണം അള്ളാഹ് അതിനൊക്കെ കഴിവങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്ന്. ഇത് ശുദ്ധമായ ശിർക്കല്ലേ? അല്ലെങ്കിൽ ആയത്തെവിടെ? ഹദീസ് എവിടെ? ഇതാണ് ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ആരുടെയും ഓശാരം ആവശ്യമില്ലല്ലോ. നമുക്ക് കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്തണം.
അതിനുള്ള വഴിയാണ് ഈ പറയുന്നത്. ഇത് കേൾക്കാതെ ഇതനുസരിക്കാതെ മുന്നോട്ട് പോയാൽ റബ്ബിനോട് നേരിട്ട് ചോദിച്ചാ ഫ്യൂസ് അങ്ങ് ഊരിപ്പോകും. അതേ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ബൾബിലേക്ക് കണക്ഷൻ കൊടുത്താൽ ഫ്യൂസും ബൾബുകളും ഒക്കെ അടിച്ചു പോകും പോലെ നമ്മളിവിടെ ഇടയാളന്മാരോട് ചോദിക്കാതെ റബ്ബിനോട് നേരിട്ട് സാധുക്കളായ നമ്മളൊക്കെ അങ്ങ് പ്രാർത്ഥിക്കാൻ നിന്നാൽ ആകെ അപകടമാകും എന്നൊക്കെയുള്ള ഒരു നിലക്കും അർത്ഥമില്ലാത്ത ഉദാഹരണങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ വെച്ച് കെട്ടിക്കൊണ്ട് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് റബ്ബിനോട് നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പാവങ്ങളാണ്, സാധുക്കളാണ്. ഇടയാളന്മാരോട് ചോദിച്ചിട്ട് അവര് അള്ളാഹിനോട് ചോദിക്കലാണ് നമുക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലതെന്ന് എഴുതിവിട്ട ആളുകളെ, സഹോദരന്മാരെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുക്കുന്ന കാര്യമാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. റഹ്മാനായ റബ്ബ് അങ്ങനെ ഒരാൾക്കെങ്കിലും അങ്ങനെ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാൻ അതാ നിങ്ങളോടാണ് അവരാദ്യം പറയേണ്ടത് എന്നിങ്ങനെ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞാലേ ഞാൻ സ്വീകരിക്കൂ എന്നൊരു നിയമം അള്ളാഹു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരിക്കലുമില്ല. നേർക്ക് നേരെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് കപടന്മാരുടെ സ്വഭാവമാണെന്നാണ് ഇവിടെ പറയുന്നത് ചിലരൊക്കെ. നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നേർക്ക് നേരെ അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലത്രേ. അത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമാണത്രേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആരെങ്കിലും പടച്ചവരെ റബ്ബേ റഹ്മാനേ റഹീമേ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ അത്യുന്നതമായ ഉന്നതമായ നാമങ്ങളെ ആ റബ്ബിൻ്റെ അസ്മാഉൽ ഹുസ്നകളിലൂടെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോ ആ റബ്ബത് കൃത്യമായി തന്നെ നമുക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നേരിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോ അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമായ പുത്തൻവാദമാണെന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. അത് കപടന്മാരുടെ സ്വഭാവമാണെന്ന് പറയൽ എത്ര വിഡ്ഢിത്തമാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. 25 നബിമാരുടെ പേരല്ലേ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് നമ്മൾ പേരെണ്ണി പറയുന്ന അവസാനത്തെ നമ്മുടെ മുത്ത് മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ആദ്യ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള 25 നബിമാർ അവരുടെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലുള്ള പ്രാർത്ഥനകൾ ഖുർആനിലില്ലേ? എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ ചില സൂചനകൾ പറയുകയാണ്. ആദം നബിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ഹവ്വാ ബീവിയുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. ആരോടാ തേടുന്നത്? റബ്ബേ റബ്ബനാ ഞങ്ങളുടെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും തേടുന്നത്. അപ്പൊ പറയും, ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും അവരാദ്യത്തെ മനുഷ്യന്മാരല്ലേ, അവർക്കിപ്പോൾ ആരോടാണ് ഇനി മുമ്പ് പറയാനുള്ളത്? അപ്പം എന്നാ ശേഷം വരുന്നയാളെ എടുക്കാം. നോഹ് നബി അലൈഹിസ്സലാം ആരോടാ തേടിയത്? റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ എന്നിങ്ങനെ എനിക്ക് പുറത്തു തരണേ എൻ്റെ മാതാപിതാക്കൾക്കും എന്ന് മഹാനായ നോഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന. അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കൂ. പ്രധാനപ്പെട്ട ചിലതേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആ, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ്, റബ്ബേ നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. ആരാ തേടുന്നത്? ഉമ്മ ഉപ്പ. നിങ്ങൾ കേട്ടോ, ഈ ദുആ ആരുടേതാണ്? ഈ അസാധുക്കളായ നമ്മുടേതല്ല. ഖലീലുല്ലാഹി എന്ന് അള്ളാഹുവിൻ്റെ ഉറ്റമിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന നബിയാണ് തേടുന്നത്. റബ്ബേ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവനാക്കി നീ എന്നെ മാറ്റണം. എന്നെ മാത്രമല്ല എൻ്റെ സന്താനങ്ങളിൽ നിന്നും എൻ്റെ അരുമ സന്താനങ്ങളും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ. എന്നിട്ട് പറയുന്ന വാചകം കേട്ടോ, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ വതഖബ്ബൽ ദുആ എൻ്റെ ദുആ സ്വീകരിക്കണേ. ആരാ ചോദിക്കുന്നത്? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ പിരിയുന്നതിൻ്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ എന്നിങ്ങനെ സ്വലാത്തിൻ്റെ കൂട്ടത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്ന മഹാനായ പ്രവാചകനായ മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതേ തലമുറകൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ദുആ ചെയ്യുന്നത്. റബ്ബേ, ഞാനും എൻ്റെ മക്കളും കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാവണേ, ദുആ സ്വീകരിക്കാതെ തള്ളിക്കളയല്ലേ എന്ന് മഹാനായ നബി തങ്ങൾ പോലും ദുആ ചെയ്തുവെങ്കിൽ എത്രത്തോളം ഇവിടെ കൂടിയ ഫാമിലിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് വരെ നമ്മൾ നമുക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്തോ? നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തോ? പേരക്കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്തോ? നമ്മുടെ തലമുറയിൽ ഇനി ഖിയാമത്ത് നാളോളം വരാനിരിക്കുന്ന പേരമക്കളുടെ പേരമക്കളുടെ പേരമക്കളടക്കം എല്ലാവർക്കും വേണ്ടിയുള്ള ദുആയാണത്. ആലോചിച്ചു നോക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അന്നത്തെ ദുആയാണ്. ആലോചിച്ചു നോക്ക്, എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം മക്കയിൽ ഉദയം ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ താവഴിയിൽ വന്ന പേരക്കുട്ടിയാണ്. ആലോചിച്ചു നോക്കണം. അപ്പൊ അത്രത്തോളം ദീർഘദൃഷ്ടിയോടെയാണ് അവരൊക്കെ പ്രാർത്ഥിച്ചതെങ്കിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ മക്കൾ വരാൻ പോകുന്നുണ്ട്, നമുക്ക് കാണാൻ കഴിയുമോ എന്ന് അറിഞ്ഞൂടാ. മരുമക്കൾ വരാനുണ്ട്, അവരുടെ മക്കൾ വരാനുണ്ട്, അവരുടെ മക്കൾ വരാനുണ്ട്. ലോകം അവസാനിക്കുന്നതിൻ്റെ ഇടക്ക് എൻ്റെ താവഴിയിൽ ഒരുപാട് ജനതകൾ വരാനുണ്ട്. അവരൊക്കെ നിസ്കാരം നിലനിർത്തണേ, തൗഹീദുള്ളവരാവണേ. ശിർക്കിനെതിരെ പോരാട്ടം നയിച്ചതിൻ്റെ പേരിൽ തീക്കുണ്ടത്തിൽ എറിയപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോലും തേടുകയാണ്, വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, നരകത്തിൽ ശാശ്വതമായി മനുഷ്യൻ എരിഞ്ഞു തീരാൻ, അതിൽ തന്നെ കാലാകാലം താമസിക്കാൻ ഇടയാക്കുന്ന ശിർക്കുണ്ടല്ലോ, അതെന്റെ ജീവിതത്തിൽ വരരുതേ, എൻ്റെ മക്കളുടെയും അവരുടെ അങ്ങോട്ടുള്ള തലമുറയിലും വരരുതേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചുവെങ്കിൽ, ഉപ്പമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, കുടുംബങ്ങളെ, നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ മക്കൾക്കത് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഭാര്യക്കത് പകർന്നിട്ടുണ്ട്, ഭർത്താവിനത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, ഉപ്പയോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ അവർ നമ്മുടെ കൂടെ സ്വർഗത്തിൽ വേണ്ടേ? അതെ, ഈ ലോകത്ത് നമുക്കൊരു തീ കാണുമ്പോ എന്ത് പേടിയാണ്. നമ്മുടെ കുഞ്ഞുമോനോ മോളോ സ്റ്റവിലേക്ക് കൈ നീട്ടിയാൽ ഏതുമ്മയാണ് കൈപിടിച്ച് വലിക്കാത്തത്? അതേ, കത്തിയാളുന്ന വീടിന്റെ ഉള്ളിൽ നിന്ന് ജീവനെ പോലും പണയം വെച്ചുകൊണ്ട് അരുമ മക്കളെ പുറത്തേക്കെടുത്ത് ഓടുന്ന രക്ഷിതാക്കളുടെ മനസ്സിലെ വികാരം എന്താ? ഞാൻ കത്തിയാലും എൻ്റെ മക്കൾ കത്തരുതെന്നല്ലേ? ഒരു ദുന്യാവിലെ തീയാണെങ്കിൽ ഈ തീയോടൊപ്പം ഒരു 69 ഇരട്ടി കൂടി ചൂടുള്ള നരകത്തിലെ തീയിലേക്ക് നമ്മുടെ മക്കള് പോണോ? ബാപ്പ പോണോ? ഉമ്മ പോണോ? ഭർത്താവ് പോകണോ? ഭാര്യ പോകണോ? പോകണ്ടെന്നാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചേ പറ്റൂ. ആ വർത്തമാനമാണ് ഈ പറയുന്നത്. അതല്ലാതെ ഇവിടെ ആരെങ്കിലും മറ്റെന്തെങ്കിലും അസൂയ കൊണ്ടോ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും വിധത്തിൽ പുരോഗതി കിട്ടുന്നതിനോ അല്ല. ഇന്ന് എൻ്റെ സംസാരം മുഴുമിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്കുറപ്പില്ല. നമുക്കാർക്കും ഉറപ്പില്ലല്ലോ. സെക്കൻഡ് കണക്കിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരല്ലേ മനുഷ്യരായ നമ്മൾ. അതിന് രോഗം വേണ്ട, പ്രായം വേണ്ട, പ്രായഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ, ആരോഗ്യവും അനാരോഗ്യവുമെന്നും ഭഗവത്കാട് തന്നെ എത്രയെത്ര മരണങ്ങളാ വരുന്നത്. നിപ്പ കൊണ്ടുപോകുന്നു എന്ന ഭീതിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ കേരളത്തിൽ രോഗത്തിന്റെ പകർച്ചയുണ്ട്, മഴക്കാലത്തിന്റെ പല കെടുതികളുണ്ട്. റഹ്മാനായ റബ്ബിനോടല്ലാതെ നമുക്കാരോടാ പറയാനുള്ളത്? നമ്മെ രക്ഷിക്കുവാൻ ഇവിടെ ഒരു ശൈഖിനും കഴിയില്ല, ഒരു ജാറത്തിനും കഴിയില്ല. ഒരു വ്യക്തമായിട്ട് തന്നെ ഒരു വലിയെന്ന് പറയുന്ന ആരൊക്കെ ആരുടെയൊക്കെ മഖാമുകളും ജാറങ്ങളും ദർഗകളും ഉണ്ടോ, ആരോട് തേടിയിട്ടും കാര്യമില്ല. റബ്ബിനല്ലാതെ നമ്മെ രക്ഷപ്പെടുത്താനാവില്ല.